ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2022-2023 വർഷത്തെ സാമൂഹ്യ ശാസ്ത്രം മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അവയുടെ ശേഷിപ്പുകളോ ആണ് ചരിത്രം മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നത്, അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ചോദ്യം, പ്രാചീന കാലത്ത് ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയുടെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നന്നങ്ങാടിയാണ്, രണ്ടാമത്തേത് കുടക്കല്ലാണ്. ഇനി ബി ചോദ്യം, സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കാൻ തീരുമാനിച്ചു. എന്തെല്ലാം വസ്തുക്കൾ ശേഖരിക്കാം? എന്തൊക്കെ നമുക്ക് ശേഖരിക്കാൻ പറ്റും? ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, പഴയകാല പാത്രങ്ങൾ, പിന്നെ നമുക്ക് നാണയങ്ങൾ, താളിയോലകൾ, പഴയകാല വിളക്കുകൾ, വീട്ടുപകരണങ്ങൾ, അതുപോലെ തന്നെ കാർഷികോപകരണങ്ങൾ, ഇതെല്ലാം നമുക്ക് ശേഖരിക്കാവുന്നതാണ്. ഒന്നുകൂടെ പറയാം: നാണയങ്ങൾ, താളിയോലകൾ, പഴയകാല വിളക്കുകൾ, പഴയകാല വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ തമ്മിൽ ഐക്യമുണ്ടായാലേ രാജ്യത്ത് സമാധാനം ഉണ്ടാകൂ. അതിനായി അശോക ചക്രവർത്തി സ്വീകരിച്ച നയമാണ് ധമ്മം അഥവാ ധർമ്മം എന്ന് പറയുന്നത്. ഇതിലെ ചോദ്യം, അശോക ചക്രവർത്തിയുടെ ധമ്മം അഥവാ ധർമ്മം എന്ന നയത്തിന്റെ പ്രധാന ആശയങ്ങൾ കുറിക്കൂ. ഏതെങ്കിലും 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക, എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. ഇത്രയും കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കാൻ കാരണമായ യുദ്ധം ഏതായിരുന്നു? ഏത് യുദ്ധമായിരുന്നു? കലിംഗ യുദ്ധമായിരുന്നു. കലിംഗ യുദ്ധമായിരുന്നു. പ്രവർത്തനം 3ലേക്ക് കടക്കാം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയി തരംതിരിക്കാം. നമുക്കറിയാവുന്നതാണല്ലേ. ഇതിൽ ചോദ്യം, ഭൂരേഖ നിരീക്ഷിച്ച് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഉയരങ്ങളുടെ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക, ഏതാണിത്? അത് നമ്മൾ പറയുന്നത് ഇടനാട് എന്നാണ്. ഇടനാട് എന്നാണ് പറയുന്നത്. ഇനി വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭൂപ്രകൃതി എന്നും കൊടുക്കണം. ഭൂപ്രകൃതി തീരപ്രദേശമാണ്. അപ്പോൾ അത് ഏത് ഭൂപ്രകൃതിയാണ്? അതാണ് മലനാട് എന്ന് പറയുന്നത്. ഇനി ഭൂരിഭാഗവും വനങ്ങളാണ്, മണൽ നിറഞ്ഞ പ്രദേശമാണ്. മറ്റൊരു പ്രത്യേകത എന്താണ്? ഉയരം കൂടിയ കുന്നുകളും മലകളുമാണ്. അതുപോലെ അതിൻ്റെ ഭൂപ്രകൃതിയിൽ വരുന്നതാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. ഇനി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെയാണ് 1 എന്നുള്ളിടത്ത് നമ്മൾ മലനാട് എന്ന് എഴുതണം. 2 എന്നുള്ളിടത്ത് ഉയരം കൂടിയ കുന്നുകളും മലകളും അല്ലെങ്കിൽ പ്രധാന നദികൾ ഇവിടെ നിന്നും ഉത്ഭവിക്കുന്നു എന്ന് എഴുതാം. ഇനി മൂന്നാമതായിട്ട് നമുക്ക് മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ എന്ന് എഴുതാം. നാലാമത്തേതിൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് എന്നും എഴുതി കൊടുക്കാം. ഇനി 4ാമത്തെ പ്രവർത്തനം, 15ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2021 ഏപ്രിൽ 6 നടന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായി പാലിക്കേണ്ട ഘട്ടങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്രമപ്പെടുത്തിയുള്ളതൊന്ന് പറയാം. ഒന്നാമത്തേത്, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, അതിനുശേഷം നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, പിന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഓർഡറായിട്ട് വരേണ്ടത്. ഇനി ഇതിലെ ബി ചോദ്യം, ഇന്ത്യൻ പൗരന് പ്രായപൂർത്തി വോട്ടവകാശം നേടാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? നമുക്കറിയാം, 18 വയസ്സ് പൂർത്തിയാകണം. ഇനി ഇതിലെ 15ാമത്തെ ചോദ്യം, വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര സവിശേഷതകൾ കൊണ്ട് ശ്രദ്ധേയമായ വൻകരയാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഇതിൽ ചോദ്യം, ഏഷ്യൻ വൻകരയുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏഷ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വൻകരയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യ വൻകരയുടെ ഭാഗമാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശമാണ്. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എല്ലാം അടങ്ങിയത് ഈ ഒരു ഏഷ്യ വൻകരയിലാണ്. ഇതിലെ ബി ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏഷ്യൻ വൻകരയിലാണ്. അത് ഏതാണത്? എവറസ്റ്റ് കൊടുമുടിയാണ്.
പ്രവർത്തനം 6ലേക്ക് കടക്കാം. നദികളും കായലുകളും തടാകങ്ങളും കേരളീയരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഒരു ബോക്സ് വരക്കണം. അതിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിക്ചർ നിങ്ങൾക്ക് വരക്കാം. പിന്നെ എന്തെങ്കിലും ഒരു ആശയം എഴുതി കൊടുക്കാം. എന്താണ്, ജലം അമൂല്യമാണ്, അല്ലെ ജലാശയം നമ്മുടെ സ്രോതസ്സാണ്, അവയെ ഒരിക്കലും നശിപ്പിക്കരുത് എന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇതിലെ 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യ മാനുഷിക മൂല്യങ്ങളും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു. ജനാധിപത്യം എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇതിലെ ബി ചോദ്യം, ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പ്രവർത്തനം എങ്ങനെയാണ് ജനാധിപത്യ രീതിയെ തടസ്സപ്പെടുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറയുന്നത്. ഇവിടെ എന്താണ്, ഒരു വണ്ടിയിൽ വലിയ ബോക്സും വെച്ച് സൗണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ശബ്ദമലിനീകരണമാണുള്ളത്. ശബ്ദമലിനീകരണം എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. ജനാധിപത്യം നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. നിയമങ്ങൾ തെറ്റിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവുമാണ്. ഓക്കെ, ഇനി ഇതിലെ 8ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷ, വേഷം, ഭക്ഷണരീതി, ആചാരങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം വൈവിധ്യങ്ങളുണ്ട്. പട്ടിക പൂർത്തിയാക്കൂ. സംസ്ഥാനം, ആഘോഷം. പൊങ്കൽ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ സംസ്ഥാനം എന്നുള്ളിടത്ത് തമിഴ്നാട് എന്ന് എഴുതണം. ഇനി ആസാമിൽ നടക്കുന്നതാണ് ബിഹു എന്ന് പറയുന്നത്. ഓണമാണെങ്കിൽ കേരളത്തിലാണ്. ഇനി ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലും പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരേന്ത്യയിലായിട്ട് പ്രധാനമായിട്ടും ഗോതമ്പാണ്, ദക്ഷിണേന്ത്യയിലാണ് പ്രധാനമായിട്ടും അരിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.